ഹായ് എവരി വൺ, വെൽക്കം ടു KS റാങ്കർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ്. സോ ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മീഷൻസിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പം ആ ഒരു മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ആക്റ്റും പോളിസികളുമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 വരെ വരുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ്. നമ്മുടെ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂൾ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കോതാരി കമ്മീഷനാണ്. നമ്മൾ തന്നെ കണ്ടു കോതാരി കമ്മീഷനിൽ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന്. ഓൾമോസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് കോതാരി കമ്മീഷന് മാത്രമാണ് ആ ഭാഗത്തുനിന്ന് ചോദ്യം വന്നത്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുന്ന സമയത്ത് അവിടെ കോതാരി കമ്മീഷന് വരുന്നുണ്ട്. അതിന് സമാനമായിട്ട് ഈ പറയുന്ന പോളിസികൾ ആക്ടിൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് ഏറ്റവും സിഗ്നിഫിക്കൻസ്, ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 എന്ന് പറയുന്നത്. അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ കോതാരി കമ്മീഷനിൽ പഠിച്ച പോലെ തന്നെ ഒരുപാട് റെക്കമെൻഡേഷൻസ്, ഒരുപാട് മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് 1986 പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ആദ്യം തന്നെ മനസ്സിലാക്കുക, നിങ്ങൾ ഇതിന് മുൻപുള്ള ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മാറ്റങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു, നമ്മൾ ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഇപ്പോൾ ഏത് എഡ്യൂക്കേഷൻ പോളിസി ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, അതിലൊക്കെ ജനറൽ ആയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഈ പറയുന്ന പോലെ ടീച്ചേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി, ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ഇക്വിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പുവർ ആയിട്ടുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, യൂണിവേഴ്സലൈസേഷൻ ഓഫ് ദി എഡ്യൂക്കേഷൻ, ഇങ്ങനെ ജനറലായിട്ടും കോമൺ ആയിട്ടും പറയുന്ന, അതുപോലെ തന്നെ വൊക്കേഷണലൈസേഷൻ ഓഫ് ദി എഡ്യൂക്കേഷൻ. അവിടെ നിങ്ങൾ ഇപ്പോൾ കോതാരി കമ്മീഷൻ്റെ കേസിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് 50% വൊക്കേഷണലൈസേഷൻ ഹയർ സെക്കൻഡറിയിലേക്കും, അതുപോലെ തന്നെ ലോവർ സെക്കൻഡറിയിൽ 20% വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വൊക്കേഷണലൈസേഷൻ ഓഫ് ദി എഡ്യൂക്കേഷൻ, ഇങ്ങനെ എല്ലാ എഡ്യൂക്കേഷൻ കമ്മീഷനിലും എല്ലാ പോളിസിയിലും ജനറൽ ആയിട്ട് വരുന്ന റെക്കമെൻഡേഷൻസ് ഉണ്ട്. അത് നമ്മൾ കാര്യമായിട്ട് പഠിക്കണമെന്നില്ല, അതെല്ലാത്തിലും വരുന്നത് കൊണ്ട് ഒഴിവാക്കാം. അതല്ലാതെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓരോ കമ്മീഷനിലും വരുന്ന കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുള്ള ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു പോളിസിയാണ് 1986 പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് നമ്മൾ പഠിച്ച ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ഭാഗം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, മാക്സിമം 1 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഭാഗം ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 3-4 മാർക്ക് ഷുവറായിട്ട് ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞു, കോതാരി കമ്മീഷനുള്ള അതേ സിഗ്നിഫിക്കൻസ് ഈ ഒരു മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഉണ്ട്. അപ്പോൾ ഒരു 3-4 മാർക്ക് 100% ഷുവറാണ്. ആ മാർക്കുകൾ എവിടെ നിന്നായിരിക്കും വരിക എന്നുള്ളതും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരുപാട് പോയിന്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ റെക്കമെൻഡേഷൻസിലൂടെയും നമ്മൾ കയറിറങ്ങി പോകുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൽ ഏത് റെക്കമെൻഡേഷൻ നിങ്ങൾ പഠിച്ച് വെക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആ ഭാഗത്തു നിന്നായിരിക്കും ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കാര്യമാണ്. ആദ്യം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986. അപ്പോൾ ഇതിൻ്റെ ഡിസ്കഷനിലേക്ക്, നോട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് ഈ ഇയർ ആണ്, 1986. ഞാൻ ആദ്യം ഇതിൻ്റെ ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറയാം. കാരണം ഈ 86 എന്തുകൊണ്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു എന്ന് മനസ്സിലാക്കിയാൽ അത് നൽകിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഒന്നാമത്തത് ഈ പറയുന്ന വർഷം 1986. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1980 ശേഷമാണ് 86 വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ 1980 ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ 5 ഇയർ പ്ലാൻ പഠിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന 7th 5 ഇയർ പ്ലാനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് പ്രൈവറ്റൈസേഷൻ ആദ്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് പ്രൈവറ്റൈസേഷൻ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഈ പറയുന്ന പോലെ 7th 5 ഇയർ പ്ലാനിൽ മാസീവായിട്ട് പ്രൈവറ്റ്, അതായത് ഇന്ത്യക്കകത്തുള്ള പ്രൈവറ്റ് സെക്ടറുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ എക്കണോമി തുറന്നു കൊടുക്കുന്നുണ്ട്. LPG റീഫോംസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ 8 5 ഇയർ പ്ലാൻ മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഗ്ലോബലി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമി ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അതിന് മുൻപ് തന്നെ നമ്മൾ വ്യാവസായിക വൽക്കരണങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. രാജീവ് ഗാന്ധി അധികാരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. രാജീവ് ഗാന്ധി കുറച്ചുകൂടെ യങ് ആയിട്ട് വരുന്നതാണ്. ഇതിന് മുൻപുണ്ടായിരുന്ന 1968 കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ വന്നതാണ്.
അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുന്നുണ്ട്. രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലെ പുതിയ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതിനെന്താണ് ഇത്ര വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും, PV നരസിംഹറാവു. അപ്പോൾ PV നരസിംഹറാവു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് റീഫോംസ് ഈ വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക, പൊളിറ്റിക്കൽ ചേഞ്ച്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1980 മുതൽ കമ്പ്യൂട്ടറുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്നോളജീസ് അത് നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സയൻസ് അഡ്വൈസറായി അല്ലെങ്കിൽ സയൻറ്റിഫിക് അഡ്വൈസറായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സാം പിത്രോദ എന്ന് പറയുന്നത്, എസ്പെഷ്യലി ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെ. അപ്പോൾ വ്യാവസായിക വിപ്ലവങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ ടെലികോം സെക്ടറിലൊക്കെ ഒരു വിപ്ലവം നടക്കുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന 1980-90 കാലഘട്ടം എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൻ്റെ വിപ്ലവം നടക്കുന്നത് 2000 കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക, 1995 മുതൽ 2005 വരെ വരുന്ന കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റിൻ്റെ വിപ്ലവമാണ് പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത്. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം AI വിപ്ലവമാണ് കാണുന്നത്. ഓരോ ഡെക്കേഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വിപ്ലവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, 1980-90 കാലഘട്ടത്തിൽ ടെക്നോളജിക്കലായിട്ടുള്ള ഇന്നൊവേഷൻസ്, ടെക്നോളജിക്കലായിട്ടുള്ള റെവല്യൂഷൻസ് അതിലും പ്രധാനമായിട്ട് വരുന്നത് കമ്പ്യൂട്ടറാണ്. അതിലും പ്രധാനമായിട്ട് വരുന്നത് കമ്പ്യൂട്ടറാണ്. ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഈ ഹിസ്റ്ററി ഒക്കെ എന്തിനാണ് പറയുന്നത്, പോയിൻറ്റ്സ് അങ്ങ് പഠിപ്പിച്ചാൽ പോരെയെന്ന്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, അതായത് മാത്സ് പ്ലസ് സയൻസ് കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓരോരുത്തരും പറയും കോതാരി കമ്മീഷൻ എന്ന് പറയും. എന്നാൽ മാത്സ് പ്ലസ് സയൻസ് പ്ലസ് കമ്പ്യൂട്ടർ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് ഏത് പോളിസിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ്. കാരണം എന്താണ്, 1980 മുതൽ കമ്പ്യൂട്ടർ റെവല്യൂഷൻ ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ മാത്സും സയൻസും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേ ഇമ്പോർട്ടൻസ് കമ്പ്യൂട്ടറിന് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് കൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ വളരെ ഈസി ആയിട്ട് പോകും. വെറുതെ നിങ്ങൾ കുറേ ഫാക്റ്റുകൾ മഗപ്പ് ചെയ്ത് പഠിച്ച് വെക്കേണ്ട. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്കിനി അങ്ങോട്ടേക്ക് ഈ പറയുന്ന പോളിസിയുടെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ പോളിസിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തത് രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച്, രണ്ടാമത്തത് 1980 മുതൽ ഉണ്ടായിട്ടുള്ള കമ്പ്യൂട്ടർ രംഗത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടെക്നോളജിക്കൽ രംഗത്ത് ഉണ്ടായിട്ടുള്ള റെവല്യൂഷൻ എന്ന് പറയുന്നത്, മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് അത് സംഭവിക്കുന്നത് 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കൊണ്ടുപോയിട്ട് നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താനും ഇടപെടാനും വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സബ്ജക്റ്റായിട്ട് എഡ്യൂക്കേഷൻ ഇതോട് കൂടിയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചേഞ്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 3 ചേഞ്ചസ് വരുന്നുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചേഞ്ച് വരുന്നുണ്ട്, രണ്ടാമത്തത് 1980 മുതൽ ഉണ്ടായിട്ടുള്ള കമ്പ്യൂട്ടർ റെവല്യൂഷൻ വരുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇനി മുതൽ വിദ്യാഭ്യാസത്തിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 നയിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ 1986 കമ്മീഷൻ റെക്കമെൻഡേഷനിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് വരുന്ന സമയത്ത് 68 ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പോളിസി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പോളിസി നമുക്ക് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ തെറ്റുകളിലൂടെയാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കുന്നതിന് അല്ലെങ്കിൽ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് ചില മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ അത് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്തത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ 1968 പോളിസി കൊണ്ടുവരുന്ന സമയത്ത് നമ്മളൊരു പോളിസി കൊണ്ടുവന്നു. പക്ഷേ ആ പോളിസിയെ എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് ഈ പോളിസി പറയുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നമുക്ക് എന്ത് ചെയ്യണം, ഒരു 30 ദിവസം കൊണ്ട് റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യണം, നല്ല കാര്യമാണ്. ബട്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടെ വരുന്ന സമയത്താണ് അത് പെർഫെക്ഷനായിട്ട് മാറുന്നത്. അല്ലെ, നമുക്കത് ഒരു പ്രോഗ്രാമുകൾ ആക്ഷനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് എന്ത് വേണം, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രോഗ്രാമുകൾ, നമുക്ക് ആക്ഷനബിൾ പ്രോഗ്രാമുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് മുന്നോട്ടേക്ക് വെക്കാൻ 1968
പോളിസിക്ക് സാധിക്കുന്നില്ല. ആ ഒരു മാറ്റം 1986 കാണാം. കൃത്യമായിട്ടുള്ള പോളിസികൾ, പ്രോഗ്രാമുകൾ 1986 പോളിസി മുന്നോട്ടേക്ക് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവോദയ വിദ്യാലയാസ് കൊണ്ടുവരുന്നുണ്ട്, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ ഈ പോളിസി മുന്നോട്ടേക്ക് വെക്കുന്ന ലക്ഷ്യങ്ങളെ നടപ്പാക്കാനുള്ള മാർഗം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകളും സ്കീമുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മഹിളാ സംഖ്യ എന്ന് പറയുന്ന സ്കീം വരുന്നുണ്ട്. മഹിളാ സംഖ്യ എന്ന് പറയുന്ന സ്കീം 1988 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്, വുമൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ജെൻഡർ എൻറോൾമെൻറ്റ് ഇൻ ദി എഡ്യൂക്കേഷൻ അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മഹിളാ സംഖ്യ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഒരു സംഘശക്തി മോഡലിലാണ് അത് കൊണ്ടുവരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു സ്കീമുകളെ കുറിച്ചിട്ട് നമ്മൾ അവിടെ പഠിച്ചില്ല. 1968 പോളിസി പഠിക്കുന്ന സമയത്ത് പഠിച്ചില്ല. ഓക്കെ, അതാണ് മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം, ഈ 86 കാര്യം പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പരിശ്രമിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രം പോരാ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് 3 സ്റ്റേജസ് വരുന്നുണ്ട്. ഒന്നാമത്തത് ഈ പറയുന്ന പോലെ തന്നെ എൻറോൾമെൻറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, എൻറോൾമെൻറ്റ്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ വന്നിട്ട് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി എൻറോൾ ചെയ്താൽ മാത്രം മതിയോ, പോരാ. അവർ തുടർന്ന് പഠിക്കുകയും വേണം. അതായത് 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, 2ാം ക്ലാസ്സിൽ നിർത്തിപ്പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ എന്താണ്, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കണം, ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറവായിരിക്കണം. ഡ്രോപ്പ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനം നിർത്തി പോകുന്നത്. അപ്പോൾ എന്തായിരിക്കണം, ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറവായിരിക്കണം. ഓക്കെ, ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറവായിരിക്കണം. ഇനി 3ാമത്തെ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത്, ഒന്നാമത്തത് എൻറോൾമെൻറ്റ്, രണ്ടാമത്തത് ചേർന്ന ആൾക്കാർ കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. 3ാമത്തത് ഇവർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചാൽ പോരാ, അവർക്ക് എന്താണ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അവർക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറ്റണം. ഈ 3 കാര്യത്തിലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, എൻറോൾമെൻറ്റ് കൂട്ടാൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1968 ഒക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻറോൾമെൻ്റ് ആണ്. ആദ്യം കുട്ടികൾ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കണം. പിടിച്ചു നിർത്തുന്നതൊന്നും അന്നത്തെ കാലത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. കാരണം പല ആളുകൾക്കും വിദ്യാഭ്യാസം കിട്ടാത്ത അവസ്ഥയായതുകൊണ്ട് അവരെ കൊണ്ടുവന്ന് ചേർക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ പറയുന്ന 1968 പോളിസി നമ്മൾ നടപ്പാക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത്, കുട്ടികളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, കൊണ്ടുവന്ന് ചേർത്തി ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അവർ മുഴുവൻ എന്ത് ചെയ്യാണ്, പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ തൊട്ടടുത്ത അധ്യയന വർഷത്തിലേക്ക് അവർ വരുന്നില്ല. ഓക്കെ, അത് വരാത്തതിന് കാരണം എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് അത് തുടർന്ന് പഠിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? ആ കുട്ടി ചിലപ്പോൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ തോറ്റുപോയി. ആ തോറ്റ കുട്ടിക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഈ ചെറിയ ക്ലാസ്സിൽ പോയി ഇരിക്കുന്ന സമയത്ത് മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കും. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യില്ല, പഠിക്കാൻ വേണ്ടിയിട്ട് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കുട്ടികൾ തോൽക്കാൻ പാടില്ലെങ്കിൽ നോ ഡിറ്റൻഷൻ പോളിസി, കുട്ടികളെ തോൽപ്പിക്കാൻ പാടില്ല എന്നുള്ള പോളിസി കൊണ്ടുവരും. കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പോളിസി ലൈക്ക് ഓരോ പോയിന്റുകളായിട്ട് കിട്ടും. അപ്പോൾ ഈ പറയുന്ന പോലെ എൻറോൾമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ 68 തന്നെ ഒരുപാട് എംഫസിസ് ചെയ്തു. ഇനി ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കണം. ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 86 എന്ത് ചെയ്യുന്നുണ്ട്, നോ ഡിറ്റൻഷൻ പോളിസി അല്ലെങ്കിൽ കുട്ടികളെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു പരിപാടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എടുത്ത് കളയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം, ഞാൻ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അതുപോലെ തന്നെ അടുത്തതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള, എസ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. ആ കുട്ടികളെ എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റ്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എല്ലാവർക്കും ടാലൻറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല. ഡെഫിനറ്റ്ലി എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റുകൾ പഠിക്കാനോ അല്ലെങ്കിൽ എല്ലാവർക്കും വിഷയങ്ങൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാനോ എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല. കാരണം പലർക്കും പല ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കില്ലുകളായിരിക്കും. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള, പഠിക്കാൻ നല്ല സ്കില്ലുള്ള കുട്ടികളാണെങ്കിൽ അവരെ നന്നായിട്ട് പഠിപ്പിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പറയുന്ന പോലെ ഓരോ പ്രദേശത്തും, ഓരോ ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് ലെവലിൽ ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തിരഞ്ഞുപിടിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് നവോദയ വിദ്യാലയാസ് എന്ന് പറയുന്നത്. നവോദയ വിദ്യാലയാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 1986 ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 റെക്കമെൻഡേഷൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഈ കൺസെപ്റ്റുകളൊക്കെ നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ ഒരുപാട് എൻറോൾമെൻറ്റ് ഉണ്ടായി. അപ്പോൾ എൻറോൾമെൻറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തു, 1968 മുതൽ 86 കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്.
പക്ഷേ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അവരെ തുടർന്ന് അതായത് ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനൊന്നും നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻറോൾമെൻറ്റിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത സമയത്ത് ക്വാളിറ്റിക്ക് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് 1986 ആക്ട് വരുന്നത്. അടുത്തത് പെർസിസ്റ്റൻ്റ് ഇനീക്വാളിറ്റി, രണ്ടാമത്തെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് 1986 നമുക്കൊരു ആക്ട് ആവശ്യമായിട്ട് വന്നു എന്നുള്ളത്. അടുത്തത് പെർസിസ്റ്റൻ്റ് ഇനീക്വാളിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയിൻ്റാണ് ഈ പെർസിസ്റ്റൻ്റ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ ഇനീക്വാളിറ്റി അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ചാപ്റ്റർ 4 വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ 1986 പോളിസി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ചാപ്റ്റർ 4 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇനീക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ലെങ്കിൽ ചാപ്റ്റർ നമ്മുടെ ഈ ഒരു പോളിസിയിൽ വരുന്നുണ്ട്. ചാപ്റ്റർ 4 അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഏതൊക്കെ തരത്തിലായിരിക്കും അസമത്വം ഉണ്ടാകുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ SC ST അല്ലെങ്കിൽ വൾണറബിൾ സെക്ഷൻസ്, അല്ലെങ്കിൽ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, റൂറൽ ഏരിയകളിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റൂറൽ ഏരിയ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ബാക്ക്വേർഡ് ആണ്, അതുപോലെ തന്നെ വുമൺ, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജഡ് സെക്ഷൻസ്, അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുകയും അവർ സമൂഹത്തിൽ പിന്നോക്കം പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്യണം, ഇവർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് പറ്റണം. ഒറ്റ പോയിന്റ് മാത്രം ഓർത്ത് വയ്ക്കുക, ഈ ചാപ്റ്റർ 4 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഈ പെർസിസ്റ്റൻ്റ് ഇനീക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1986 ചാപ്റ്റർ 4 എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് സെക്ഷൻ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് പുതിയ ചാലഞ്ചസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1980 ആകുന്നതോട് കൂടിയിട്ട് കമ്പ്യൂട്ടറുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു റവല്യൂഷനാണ്. ഓക്കെ, നമ്മൾ പല റവല്യൂഷൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് നമ്മുടെ യുദ്ധവും അല്ലെങ്കിൽ സോഷ്യൽ റവല്യൂഷൻസിൻ്റെ കേസല്ല, ടെക്നോളജിക്കൽ റവല്യൂഷൻ്റെ കേസിലാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതൊരു മെക്കാനിക്കൽ റവല്യൂഷൻ ആയിരുന്നു. അതിനുശേഷം പിന്നീട് ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ റവല്യൂഷനാണ് 1980 നടക്കുന്നത്. അവിടെ ടെക്നോളജിക്കൽ റവല്യൂഷനാണ്. ഇപ്പം അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മെക്കാനിക്കൽ റവല്യൂഷൻ ആണെങ്കിൽ പിന്നീട് ഉണ്ടായത് എന്താണ്? ടെക്നിക്കൽ റവല്യൂഷനാണ്. ഇപ്പം നടക്കുന്നത് എന്താണ്? AI റവല്യൂഷനാണ്. ഓക്കെ, സോ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ടെക്നിക്കൽ റവല്യൂഷനാണ്. അപ്പോൾ ആ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറിയും. ഓക്കെ, ഒരു വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത്, ഇതുപോലെ ടെക്നോളജിക്കൽ വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് വിവര സാങ്കേതിക വിദ്യയിലെ വിപ്ലവമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പല കാര്യങ്ങളും അവിടെ മറിയും. അങ്ങനെ മറിയുന്നതായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് PV നരസിംഹ റാവു ആയിരുന്നു. പക്ഷേ ഈ 1985 കാലഘട്ടത്തിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള പേര് മാറ്റിയിട്ട്, കാരണം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള ആ ഒരു പേര് മാറ്റിയിട്ട് മാനവ വിഭവ വികസന മന്ത്രി, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി എന്നുള്ള പേരിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ PV നരസിംഹ റാവു ആദ്യത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ആയിട്ട് മാറുന്നുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേ പേരിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട്, അതായത് നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ചാലഞ്ചസ് ഓഫ് ദി എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം ചാലഞ്ചസ് ഓഫ് ദി എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ്, ഇതിൽ അന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രീതി, വിദ്യാഭ്യാസ വ്യവസ്ഥ എന്ന് പറയുന്നത് തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ക്രിറ്റിസിസവും അതുപോലെ തന്നെ ഒരുപാട് അനാലിസിസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു ഇത്. ഒക്കെ ഒരു സ്റ്റാറ്റസ് പേപ്പറായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ സ്റ്റാറ്റസ് എന്താണ്, അവസ്ഥ എന്താണ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്നുകൊണ്ടാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ പോളിസിയിലേക്ക് കടക്കുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1968 പോളിസിയൊക്കെ നോക്കുന്ന സമയത്ത് അതിലൊരു പ്രോഗ്രാമബിൾ ആക്ഷൻസ് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ ഒരു പ്രോഗ്രാമബിൾ ആക്ഷൻസിലേക്ക് നമ്മൾ കടക്കുന്നത് 1986 മുതലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, 1992 നമുക്ക് പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതും ഇതും കൂടെ കൺഫ്യൂഷൻ ആവരുത്.
ഓക്കെ, 1992 മുതൽ എഡ്യൂക്കേഷനിൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതും ഇതും കൂടെ കൺഫ്യൂഷൻ ആവരുത്. ഞാനിവിടെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു പോകാൻ മാത്രമേ അതുവരെയുള്ള പോളിസികൾക്ക് പറ്റിയിട്ടുള്ളൂ. എന്നാൽ 86-ലെ പോളിസി ആകുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കണം എന്നുള്ളൊരു റെക്കമെൻഡേഷനും കൂടെ മുന്നോട്ടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്തൊരു ചേഞ്ചാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഈ ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ പോളിസികളുടെയും കമ്മീഷനിലെയും റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകളൊക്കെ അതേപോലെ എടുത്ത് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. 1986-ലെ പോളിസി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലെയർ ചെയ്യുന്നത് എ യുണീക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ആണ്. അതായത് ഇന്നത്തെ തലമുറയിലേക്കും വരുന്ന തലമുറയിലേക്കുമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഏത് പോളിസിയാണ് അല്ലെങ്കിൽ ഏത് കമ്മീഷനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. എ യുണീക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി പ്രസൻറ്റ് ആൻഡ് ദി ഫ്യൂച്ചർ, പ്രസൻറ്റ് ആൻഡ് ദി ഫ്യൂച്ചർ, ഇന്നത്തേക്കും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്കുമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, യുണീക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി പ്രസൻറ്റ് ആൻഡ് ദി ഫ്യൂച്ചർ. ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഏത് റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഏത് പോളിസിയുടെ ഭാഗമായിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1986 ആണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും, മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് നമ്മൾ ഇനി ഓരോ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഓരോ ഭാഗങ്ങളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അതിൽ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു. ഓക്കെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കാര്യങ്ങൾ അതും നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. അപ്പം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ്, നാഷണൽ സിസ്റ്റം ഓഫ് ദി എഡ്യൂക്കേഷൻ. അപ്പം ഈ ഒരു എൻ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ടേക്ക് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ അതിൽ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കോതാരി കമ്മീഷൻ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന 10+2+3 എന്ന് പറയുന്ന സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവിടെ മാറ്റമൊന്നും വരുന്നില്ല. അതൊക്കെ നമ്മൾ മുൻപ് പഠിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ടിന്യൂഷൻ വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, ഡെപ്തിൽ പറയില്ല. കാരണം അതൊക്കെ നമ്മൾ കോതാരി കമ്മീഷൻസും അതുപോലെ തന്നെ 1968 എഡ്യൂക്കേഷൻ പോളിസി പറയുന്ന സമയത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഈ 10+2+3 സിസ്റ്റം എന്ന് പറയുന്നത് 2019 വരെ തുടരും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, 2019 വരെ തുടരും എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോഴും അതേ സിസ്റ്റം തന്നെയല്ലേ? ആണ്. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വരുന്ന സമയത്ത് ഈ സിസ്റ്റം മാറുന്നുണ്ട്. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന 10+2+3 സിസ്റ്റം തന്നെയാണ്. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വരുന്നതോട് കൂടിയിട്ട് സിസ്റ്റത്തിൽ മാറ്റം വരുന്നുണ്ട്. അതുവരെയുള്ള എല്ലാ കമ്മിറ്റിയിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ മാറ്റം വരുന്നില്ല. ഓക്കെ, ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വിത്ത് എ കോമൺ കോർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഓക്കെ, നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹയർ സെക്കൻഡറി കമ്മിറ്റി വരുന്നുണ്ടല്ലോ, ലക്ഷ്മൺ സ്വാമി മുതലിയാർ. അപ്പോൾ ലക്ഷ്മൺ സ്വാമി മുതലിയാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 14 വയസ്സ് ഒക്കെ ആകുന്ന സമയത്ത് തന്നെ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 8ാം ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് സ്പെഷ്യലൈസേഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുക്കണം എന്ന് മുതലിയാർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ളൊരു റെക്കമെൻഡേഷനാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഇവിടേക്ക് നോക്കുന്ന സമയത്ത് കോറായിട്ട് ചില സബ്ജക്റ്റുകൾ പഠിക്കണം. ഓൾമോസ്റ്റ് 10 വിഷയങ്ങൾ അല്ലെങ്കിൽ 10 കാര്യങ്ങളാണ്. 10 വിഷയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, 10 കാര്യങ്ങളാണ്. അതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 10 കാര്യങ്ങൾ കോറായിട്ട് പഠിക്കണം. അതുകൂടാതെ ഫ്ലെക്സിബിൾ ആയിട്ട് ഓരോ സംസ്ഥാനത്തിനും, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയായിരിക്കില്ല ബീഹാറിന്. ഇപ്പോൾ നമ്മളൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ നിങ്ങൾ കേരള സിലബസിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കേരള ജോഗ്രഫിയെക്കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കേരള സൊസൈറ്റിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെ പെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ കോറായിട്ട് എല്ലാവരും പഠിക്കേണ്ട കാര്യം, ഇന്ത്യയിലുള്ള എല്ലാവരും പൊതുവായിട്ട് പഠിക്കേണ്ട കാര്യം, അതിൻ്റെ കൂടെ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എന്ന് വെച്ചാൽ ചുറ്റുപാടിനെ കുറിച്ചിട്ടും കുട്ടികൾക്ക് എന്ത് വേണം, ധാരണ വേണം. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കണം സിലബസ് പോകേണ്ടത്. അതിൽ ആ കോമൺ കോറായിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോളിസി പറയുന്നുണ്ട്. ഓക്കെ, ആ കോമൺ കോറിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ഇത് സബ്ജക്റ്റ് അല്ല, ചില ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ചില വിഷയങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന പോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ഭാഗമായിട്ട് വരുന്ന കോമൺ കോറിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് ചോദിക്കാം. തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഒന്നാമത് നോക്കുക. ഓക്കെ, ദ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ, ഭരണഘടന
സംഘടനാപരമായിട്ട് ഒരാൾ പാലിക്കേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ കണ്ടന്റ് പ്രൊമോട്ടിംഗ് നാഷണൽ ഐഡൻറ്റിറ്റി, ഓക്കെ, ഒരു ദേശീയത വളർത്തുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്ത്യസ് കോമൺ കൾച്ചറൽ ഹെറിറ്റേജ്, നമ്മുടെ പൊതുവായിട്ടുള്ള സംസ്കാരം അതിനെക്കുറിച്ചിട്ട് പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇഗാലിറ്റേറിയനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാത്തമായിട്ടുള്ള പെരുമാറ്റ മാതൃക, അതിനെയാണ് നമ്മൾ ഇഗാലിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഡെമോക്രസി ആൻഡ് സെക്യുലറിസം, ജനാധിപത്യവും മതേതരത്വവും പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇക്വാലിറ്റി ഓഫ് ദി സെക്സ്, ലിംഗസമത്വത്തിനെ കുറിച്ചിട്ട്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവിറോൺമെൻറ്റ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവിറോൺമെൻറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അതായത് പ്രകൃതിയെ സംരക്ഷിക്കണം. അടുത്തത് റിമൂവൽ ഓഫ് ദി സോഷ്യൽ ബാരിയർ, സാമൂഹികമായിട്ടുള്ള പ്രതിബന്ധങ്ങളെ അത് തകർത്തെറിയണം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അതായത് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ആളുകൾക്ക് നേരെ കാണിക്കേണ്ട കരുണ, അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അടുത്തത് സ്മോൾ ഫാമിലി നോംസ് ആൻഡ് ദ സയൻറ്റിഫിക് ടെമ്പർ. ഓക്കെ, സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സമയത്ത് റാഷണാലിറ്റിയാണ്. അതുപോലെ തന്നെ ചില നമ്മുടെ കുടുംബ മര്യാദകൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് ഫാമിലി നോംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആസ് എ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ചില പെരുമാറ്റ മര്യാദകൾ അതും കൂടെ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്, ഈ പറയുന്ന കോമൺ കോറിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റാണ് ഈ പറയുന്ന പോലെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വിത്ത് എ കോമൺ കോർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ്, കമ്പൈൻ വിത്ത് ഫ്ലെക്സിബിൾ റീജിയൻ സ്പെസിഫിക് കമ്പോണൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോമൺ കോറിൻ്റെ കൂടെ എന്തും കൂടെ വേണം, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെ ഓരോ റീജിയന് ആവശ്യമായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഫ്ലെക്സിബിൾ റീജിയൻ സ്പെസിഫിക് കമ്പോണൻറ്റ് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറയണം. അടുത്തത് ഈക്വൽ ആക്സസ് ടു കമ്പയറബിൾ ഇക്വിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ക്വാളിറ്റി. ഈക്വൽ ആക്സസ് ടു കമ്പയറബിൾ ക്വാളിറ്റി, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തായിരിക്കണം, വിദ്യാഭ്യാസം ഒരുപോലെ കിട്ടണം എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇക്വിറ്റി ആസ് പ്രോമിസ്ഡ് ഇൻ ദ നാഷണൽ സിസ്റ്റം, ഇത് എല്ലാ കമ്മീഷനും പറയുന്നതാണ്. എല്ലാവർക്കും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി സാഹചര്യം കൊടുക്കണം. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ സ്റ്റൈപ്പൻഡുകൾ, ഗ്രാൻറ്റുകൾ, ഫെലോഷിപ്പുകൾ ഇതൊക്കെ കൊടുത്ത് അവരെ പഠിപ്പിക്കണം എന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ്. അടുത്തത് ഇൻ്റർ റീജിയണൽ മൊബിലിറ്റി, അതായത് ഒരു സ്ഥലത്ത് പഠിച്ച കുട്ടിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കൺസെപ്റ്റാണ് എന്ത്, ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരിക്കലും ചിന്തിക്കരുത് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 കാരണമല്ല വരുന്നത്, മറിച്ച് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം എന്നാണ് പറയുന്നത്. ഇനി ആദ്യമായിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ആദ്യമായിട്ട് ഈ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ് കൊണ്ടുവരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആദ്യമായിട്ട് നാഷണൽ ലെവലിൽ വരുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇഗ്നൗ ആണ്. ഓക്കെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോയിന്റുകൾ മറക്കരുത്. ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞ പോയിന്റാണ് കോതരി കമ്മീഷൻ്റെ, അത് വേണ്ട. ഓക്കെ, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും മറക്കരുത്. ഞാൻ പറഞ്ഞു ആ ഭാഗത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരിക എന്നുള്ളത്. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ ചെറിയ പ്രായം മുതൽ മുകളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ അംഗനവാടി വരെയുള്ള സമയമാണ്. 1ാം ക്ലാസ്സിൽ ചേരുന്നതിന് മുൻപ് വരെ വരുന്ന ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അതിനെയാണ് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് കൊടുക്കേണ്ട കെയറും അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഇതാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇനി ഇവിടെ വളരെ ക്രൂഷ്യലായിട്ട് വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ പോളിസിയുടെ ഭാഗമായിട്ട് ഏർലി ചൈൽഡ്ഹുഡ് കെയറും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും അതിൻ്റെ ഇൻ്റഗ്രൽ ഭാഗമായിട്ട് മാറുന്നത്. ഇതാണ് ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന കാര്യം. ഓക്കെ, ഇതാണ് ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന കാര്യം. ഫസ്റ്റ് നാഷണൽ പോളിസി ടു ഗിവ് സിസ്റ്റമാറ്റിക് ഇമ്പോർട്ടൻസ് ടു ദി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇത് ഫസ്റ്റ് ടൈം ആണ് വരുന്നത്, അതുകൊണ്ട് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഫസ്റ്റ് ടൈം ആയിട്ട്, അതും ഈ പറയുന്ന പോളിസിയിൽ യുണീക്കായിട്ട് വന്നതുകൊണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ഇഗ്നോ എന്ന് പറയുന്നതും ഞാനിപ്പോൾ അതും കൂടെ പറയാണ്. ഇഗ്നോ എന്ന് പറയുന്നതും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 പ്രകാരം വന്നതല്ല. ഇത് 1985 തന്നെ ഇഗ്നോ വന്നിട്ടുണ്ട്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതിന് മുമ്പ് തന്നെ ഇഗ്നോ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ചില സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുത്തിക്കൊണ്ട് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റിലേക്കൊക്കെ കൊണ്ടുവരുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓപ്പൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ മറ്റൊരു ടെസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അല്ലെങ്കിൽ NIOS അല്ലെങ്കിൽ നാഷണൽ ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇത് ആരംഭിക്കാൻ കാരണമെന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ,
അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOS ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും റെഫറൻസ് ആയിട്ടൊക്കെ എടുക്കാറുള്ളത് NIOSൻ്റെ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിലേക്ക് കാരണമാകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ്. എന്നാൽ ഈ പറയുന്ന നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. 1985 തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 supposed to promote the open education system and because of that which among the following have came into existence. അതായത് 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ പറയുന്ന പോലെ ഓപ്പൺ വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന NIOS സെക്കൻഡറിയിൽ നാഷണൽ ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാണ്. എന്നാൽ ഇഗ്നവ് തെറ്റാണ്. കാരണം ഇഗ്നവ് എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 മുൻപ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് എക്സാം ഹാളിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഒക്കെ നിങ്ങളുടെ നോട്ടിൽ ഇതുപോലെ ഞാൻ ഈ സൈഡിൽ എഴുതുന്ന പോലെ തന്നെ നിങ്ങളുടെ നോട്ടിൽ തന്നെ ഓൾറെഡി എഴുതി വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് കെയറിനെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അംഗനവാടി സിസ്റ്റമാണ്. ഓക്കെ, അംഗൻവാടി സിസ്റ്റമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ അംഗൻവാടി സിസ്റ്റത്തിന് എന്തിലേക്ക് മാറ്റണം? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കുട്ടിക്ക് വേണ്ട പോഷകങ്ങൾ മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ടല്ലോ. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എക്സ്ട്രാ കരിക്കുലർ സ്കില്ല്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയല്ല, മറിച്ച് ഒരു ഏർലി കെയറിലൂടെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന്, ഇപ്പോൾ കളറുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ റൈമിങ്ങുകൾ, പാട്ടുകൾ, കഥകൾ, എണ്ണുന്നതിന്, അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക. കൂടുതൽ ആക്ടിവിറ്റിയിലൂടെ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് ഒക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഈ കൺസെപ്റ്റാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. കാരണം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 3R എന്ന് പറയുന്നത് ഈ സമയത്ത് നടപ്പാക്കാൻ പാടില്ല. ഏർലി ചൈൽഡ്ഹുഡിൻ്റെ സമയത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഏതൊക്കെയാണ്? റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ, അതായത് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. ഓക്കെ, കൗണ്ടിങ് പറ്റും, എണ്ണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അരിത്തമെറ്റിക് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? കാൽക്കുലേഷനാണ്. 1 1 2 അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. എണ്ണുന്നതിന് വേണ്ടിയിട്ട്, പാട്ട് പാടുന്നതിന്, കഥകൾ, ഇങ്ങനെ ആ കുട്ടിയുടെ ഒരു ഓവറോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ആ കുട്ടിയുടെ ഒരു മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഏർലി വിദ്യാഭ്യാസത്തിൽ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ്റെ സമയത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഈ പറയുന്ന അംഗൻവാടി സെൻറ്റേഴ്സിനെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 3R പാടില്ല. ഏർലി ചൈൽഡ്ഹുഡ് കെയറിൻ്റെ സമയത്ത് 3R പാടില്ല എന്ന് പറയുന്ന കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ്. ഓക്കെ, ഇത് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ഈ പറയുന്ന പോലെ വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇറ്റ് അഡ്വൈസസ് ടു പ്രൊമോട്ട് 3R, റീഡിംഗ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അത് പ്രൊമോട്ട് ചെയ്യാനല്ല, പ്രൊമോട്ട് ചെയ്യരുത് എന്നാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ചെറിയ കുട്ടികൾക്ക് എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനല്ലേ, അപ്പോൾ അതുണ്ടായിരിക്കും. കാരണം ഒരു വിദ്യാഭ്യാസ കമ്മിറ്റി വരുന്ന സമയത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പറയേണ്ടത്, ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, എന്നിട്ട് നമുക്ക് തെറ്റും. അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 പറയുന്നത് ഈ 3R നടപ്പാക്കാൻ പാടില്ല. കാരണം എന്താണ്? ആ പ്രായം മുതലേ കുട്ടിയെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ ഫീഡ് ചെയ്യല്ല വേണ്ടത്, ആ കുട്ടിക്ക് എന്ത് ചെയ്യുക, ഒരു മാനസിക വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് എന്നതാണ് ഈ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു പോളിസി മുന്നോട്ടേക്ക് വെക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചിൽഡ്രൻ, ആ കുട്ടിയുടെ സമൂലമായിട്ടുള്ള വികസനം. അത് എന്തൊക്കെയാണ്? അതിൽ ന്യൂട്രീഷൻ വരുന്നുണ്ട്, ഹെൽത്ത് വരുന്നുണ്ട്, സോഷ്യൽ, മെൻ്റൽ, ഫിസിക്കൽ, മോറൽ, ഇമോഷണൽ, അങ്ങനെയുള്ള എല്ലാ തരത്തിലും ആ കുട്ടിയുടെ ഒരു വികാസമാണ്, കേവലം കണ്ടൻറ്റ് അല്ലെങ്കിൽ നോളജ് മാത്രമല്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ICDS, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അംഗൻവാടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട്? അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യലി ഡിസ്കറേജ്ഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഫോർമൽ ടീച്ചിങ് ആൻഡ് ദ 3R അറ്റ് ദ സ്റ്റേജ്. ഈ 3R കൊണ്ടുവരുന്നതും ഫോർമലായിട്ട് അവരെ പഠിപ്പിക്കുന്നതും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അബോളിഷ് ചെയ്യുന്നുണ്ട്. 3R ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക്. ഓക്കെ, അരിത്തമെറ്റിക്കിൽ നമ്മൾ ആറാണല്ലോ പ്രൊനൗൺസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അരിത്തമെറ്റിക്, ഈ 3 കാര്യങ്ങളും പാടില്ല എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്.
ഓക്കെ, പിന്നെന്താ അവിടെ പാടുള്ളത്? ഈ പറയുന്ന പോലെ കൗണ്ടിങ്, പോയംസ്, അതുപോലെ തന്നെ റൈംസ്, സ്റ്റോറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ബാക്കിയുള്ളതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല. ഓക്കെ, ഈ പറയുന്ന പോലെ തന്നെ എന്താണ്, ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യണം. ഇത് എല്ലാ കമ്മീഷൻസും പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഗോദാരി കമ്മീഷൻ ആയാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ആയാലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതാണ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം, അതാണ് യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് വേണമെന്ന് പറയുന്നുണ്ട്. ജനറൽ ആയിട്ടുള്ള പോയിൻ്റാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, ഈ 4 പോയിന്റുകളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൽ തന്നെ 3 പോയിന്റുകൾ, ഒന്ന് ഫസ്റ്റ് നാഷണൽ പോളിസിയാണ് ഇതുപോലൊരു ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നത്. രണ്ടാമത് ICDS അല്ലെങ്കിൽ അംഗനവാടി സെൻറ്ററുകൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഈ 3R പാടില്ല എന്ന് പറയുന്നുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് കെയറിൻ്റെ സമയത്ത് 3R പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക്, അടുത്ത ഡിസ്കഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതാണ് എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എലമെൻ്ററി എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 പ്രധാനമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോദാരി കമ്മീഷൻ ആയിക്കോട്ടെ, ഇനി അതല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ആയിക്കോട്ടെ, അവിടെയൊക്കെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഗോദാരി കമ്മീഷനിൽ നമ്മൾ പഠിച്ച ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന എൻ്റയർ എഡ്യൂക്കേഷൻ സ്പെക്ട്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആണ് എന്ന് എവിടെ പറയുന്നുണ്ട്, ഗോദാരി കമ്മീഷനിൽ പറയുന്നുണ്ട്. നമ്മൾ ഗോദാരി കമ്മീഷൻ എടുക്കുന്ന സമയത്ത് ആ വേർഡ് ഫ്രേസിംഗ് ഒക്കെ നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പോൾ ഗോദാരി കമ്മീഷൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആർക്കാണ്? ടീച്ചേഴ്സിനായിരുന്നു ഇതുവരെയുള്ള എല്ലാ കമ്മിറ്റികളും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടീച്ചേഴ്സിന് എന്തെല്ലാം കൊടുക്കണം? ടീച്ചേഴ്സിന് വിദ്യാഭ്യാസത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അവർക്ക് റിസർച്ചിന് വേണ്ടിയിട്ട്, അവർക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബെറ്റർ പേ കൊടുക്കണം, അവർക്ക് റെസ്പെക്റ്റ് കിട്ടണം, ഓവർ ബേർഡൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇങ്ങനെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഓക്കെ, അവിടുന്ന് ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരികയാണ്. ടീച്ചർ അല്ല ഇമ്പോർട്ടൻ്റ്, കുട്ടികളാണ് ഇമ്പോർട്ടൻ്റ്. ചൈൽഡ് സെൻട്രിക് അപ്രോച്ചിലേക്ക് നമ്മൾ മാറുന്നത് 1986 പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ചൈൽഡ് സെൻട്രിക് അപ്രോച്ചിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് UEE, യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പോളിസി അത് യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു. ഓക്കെ, യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വയ്ക്കുക. എന്ന് വെച്ചാൽ സാർവത്രിക വിദ്യാഭ്യാസം, അതിനാണ് സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 14 ഇയേഴ്സ് വരെ, 14 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെ യൂണിവേഴ്സൽ ആക്സസ് വരുന്നുണ്ട്, എൻറോൾമെൻറ്റ് വരുന്നുണ്ട്, യൂണിവേഴ്സൽ റിട്ടൻഷൻ വരുന്നുണ്ട്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെല്ലാം പറയുന്നുണ്ട്? ഒന്ന്, വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം വേണം. അത് മാത്രം മതിയോ? പോരാ. അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ കുട്ടികൾ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തണം, അവർ വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം, എൻറോൾമെൻറ്റ് ഉണ്ടായിരിക്കണം. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ്, യൂണിവേഴ്സൽ റിട്ടൻഷൻ. അങ്ങനെ ജോയിൻ ചെയ്ത ആൾക്കാരെ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്കും അതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്കും അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, റിട്ടൻഷൻ. അപ്പോൾ ആ റിട്ടൻഷൻ അതായത് ഈ പറഞ്ഞ പോലെ ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കണം എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് റിട്ടൻഷൻ അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി ക്വാളിറ്റി വുഡ് ബി പ്രൊവൈഡഡ് ടു ഓൾ ചിൽഡ്രൻ. എൻറോൾമെൻറ്റ് മാത്രം മതിയോ? പോരാ, അവിടെ ക്വാളിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എൻറോൾമെൻറ്റ് വരുന്നുണ്ട്, രണ്ടാമത്തത് റിട്ടൻഷൻ വരുന്നുണ്ട്. അത് മാത്രം മതിയോ? പോരാ, ക്വാളിറ്റിയും കൂടെ നൽകണം എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി ചൈൽഡ് സെൻട്രിക് അപ്രോച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇതുവരെ ടീച്ചർ സെൻട്രിക് അപ്രോച്ചിൽ നിന്നും ചൈൽഡ് സെൻട്രിക് അപ്രോച്ചിലേക്കുള്ള ഒരു മാറ്റം, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കേണ്ടത്? അത് ഈ പറയുന്ന പോലെ ആക്ടിവിറ്റി ആൻഡ് എക്സ്പ്ലോറേഷൻ, അതുപോലെ തന്നെ കോർപ്പോറൽ പണിഷ്മെൻറ്റ് ഷുഡ് ബി ഫേംലി എക്സ്ക്ലൂഡഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ചൈൽഡ് സെൻട്രിക് അപ്രോച്ചിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പണിഷ്മെൻറ്റ്. ഫിസിക്കൽ പണിഷ്മെൻറ്റ്സ് ഒഴിവാക്കണം. കുട്ടിയെ തല്ലുക, കുട്ടിയെ നുള്ളുക, ഇങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പാടില്ല. കോർപ്പോറൽ പണിഷ്മെൻറ്റ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. അതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. അടുത്തത് മിനിമം ലെവൽ ഓഫ് ലേണിംഗ്. കഴിഞ്ഞ എക്സാമിനേഷനും ചോദിച്ചതാണ് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന പോലെ ലാംഗ്വേജ് വരുന്നുണ്ട്. ഓക്കെ, റീഡിംഗ് വരുന്നുണ്ട്, റൈറ്റിംഗ് വരുന്നുണ്ട്, ലാംഗ്വേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും നിർബന്ധമായിട്ടും എല്ലാവരിലും ഒരു മിനിമം ലേണിംഗ് ഉണ്ടായിരിക്കില്ല, ഒരു ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും വേണം. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ഈ മിനിമം ലേണിംഗ് എന്ന് പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരണം എന്ന് മാത്രമാണ് എവിടെ പറയുന്നത്? 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നത്. ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നീട് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ ഹെഡായിട്ട് വരുന്നത് ഈ പറയുന്ന പോലെ ദാവെയാണ്. RH ദാവെ കമ്മിറ്റി വരുന്നുണ്ട് 1991. പ്രത്യേകം ശ്രദ്ധിക്കുക, മിനിമം ലെവൽ ഓഫ് ലേണിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചിലപ്പം ചോദിക്കാം. അത് RH ദാവെയാണ്. കാരണം ഈ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, അതുകൊണ്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 1987 ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പോളിസിയുടെ കീഴിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുവരെ ഉണ്ടായിരുന്ന പ്രോഗ്രാമബിൾ ആക്ഷൻസ് ഇതുവരെയുള്ള ഒരു പോളിസികളിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പോളിസിയിലേക്ക് വരുമ്പം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്ത് കാര്യം ചെയ്യണം എന്നുള്ളതും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വരുന്നുണ്ട്. ഇത് 1987 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. ഇനി ഇവിടെ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ വിദ്യാഭ്യാസം, എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷനാണ്, പക്ഷേ ജനറലി നോക്കുകയാണെങ്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, മെച്ചപ്പെടുത്തുക. ഇതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ ലക്ഷ്യം. ഇന്ന് നമുക്ക് എന്താണ്, ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡാണ് വരുന്നത്. ഓക്കെ, ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡാണ് വരുന്നത്. ഇത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്. ഒന്നാമത് എന്താണ്, അറ്റ്ലീസ്റ്റ് 2 റീസണബിളി ലോർജ് ഓൾ വെതർ റൂംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാ ഫെസിലിറ്റിയുള്ള അറ്റ്ലീസ്റ്റ് 2 റൂമുകൾ ഉണ്ടായിരിക്കണം. ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന 2 റൂമുകൾ മിനിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 ടീച്ചേഴ്സ് ആസ് ഫാർ ആസ് പോസിബിൾ, 1 ഓഫ് ദം എ വുമൺ. അറ്റ്ലീസ്റ്റ് 2 ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, അതിൽ ഒന്നെങ്കിലും ഈ പറയുന്ന പോലെ വുമൺസ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, വായിച്ച് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, യെസ്. ഇനി അപ്പർ പ്രൈമറിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, അവിടെ 3rd റൂം ആൻഡ് 3rd ടീച്ചറാണ്. അപ്പോൾ നമ്മുടെ ലോവർ പ്രൈമറിയുടെ കേസിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് 2 റൂം ഉണ്ടായിരിക്കണം, 2 ടീച്ചർ എന്നാണ് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ, അപ്പർ പ്രൈമറിയിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ 3 റൂം 3 ടീച്ചേഴ്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകം ഓർത്ത് വെക്കേണ്ടത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നതാണ്. അടുത്തത് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഈ ഫോർമൽ വിദ്യാഭ്യാസ രീതിക്ക് പുറത്ത് നിന്നുകൊണ്ട് നോൺ ഫോർമൽ ആയിട്ടും കൂടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ, ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം സ്കൂളുകളൊക്കെ കൊണ്ടുവരണം എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കൺസെപ്റ്റാണ്. ആദ്യമായിട്ട് പാർട്ട് ടൈം സ്കൂളുകൾ കൊണ്ടുവരണം എന്ന റെക്കമെൻഡേഷൻ മുന്നോട്ടേക്ക് വെക്കുന്നത് ആരാണ്? ഓക്കെ, പാർട്ട് ടൈം സ്കൂളുകൾ കൊണ്ടുവരണം എന്ന ഒരു റെക്കമെൻഡേഷൻ മുന്നോട്ടേക്ക് വെക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ആണ്. ഓക്കെ, പാർട്ട് ടൈം സ്കൂളുകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ പാർട്ട് ടൈം എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരണം എന്ന് മുന്നോട്ടേക്ക് വെക്കുന്ന പോളിസി ഏതാണ്? 1968 ആണ്. എന്നാൽ അതിൽ നിന്ന് മാറിയിട്ട് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പോളിസി ഏതാണ്, എഡ്യൂക്കേഷൻ പോളിസി ഏതാണ്? 1986 ആണ്. ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, പലർക്കും തെറ്റാൻ സാധ്യതയുണ്ട്. പാർട്ട് ടൈം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 1968 ആണ്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത് 1986 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിലെന്താ വ്യത്യാസം? അപ്പോൾ പാർട്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പകൽ ജോലിക്കൊക്കെ പോയിട്ട് മുഴുവൻ സമയം പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, അപ്പോൾ അവർക്ക് നമ്മുടെ ഫോർമൽ ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറിയിട്ട് അവർക്ക് കിട്ടുന്ന സമയത്ത് പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിലേക്ക് കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മൾ പാർട്ട് ടൈം കോഴ്സുകൾ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഈവനിങ്ങോ മോർണിംഗോ ഒക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ ഒരു ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ്. ഫോർമൽ വിദ്യാഭ്യാസ രീതിയെ ഡിപ്പെൻഡ് ചെയ്യാതെ പാർട്ട് ടൈം ആയിട്ടോ കറസ്പോണ്ടൻ്റ് ആയിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യുക, വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് പോവുക. 2 കൺസെപ്റ്റും സെയിം തന്നെയാണ്, പക്ഷേ രണ്ടും 2 പേരാണ് എന്നുള്ളത് മാത്രം. പാർട്ട് ടൈം ചോദിക്കുന്ന സമയത്ത് 1968, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ചോദിക്കുന്ന സമയത്ത് 1986 എഴുതണം. ഇത് വളരെ പല ആൾക്കാരും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എന്തായിരിക്കണം, ഇതുപോലെ വരുന്ന നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് നല്ല ക്വാളിറ്റി കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്തത് റിട്ടൻഷൻ ആൻഡ് ഡ്രോപ്പ് ഔട്ട് റിഡക്ഷൻ. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, റിട്ടൻഷനും അതുപോലെ തന്നെ ഡ്രോപ്പ് ഔട്ട് എന്ത് ചെയ്യണം, കുറയ്ക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന പോലെ, ഇപ്പം കുട്ടികൾ സ്കൂളിൽ വരാത്തതിൻ്റെ ഒരു കാരണം പാരൻസും കൂടിയാണ്, പാരൻസ് വിടാത്തത് കൊണ്ടാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കണം. പാരൻസിൻ്റെ ഇടയിൽ എന്തായിരിക്കണം,
ഈ പറയുന്ന പോലെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, അവരെയും കൂടെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഭാഗഭാക്കാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും കൂടെ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1986 പോളിസി പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു പോളിസി 1986 പോളിസി മുന്നോട്ടേക്ക് വെച്ച യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റാണ് പിന്നീട് സർവശിക്ഷ അഭിയാനിലേക്കും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലേക്കും ഒക്കെ നയിച്ചിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള കൺസെപ്റ്റ് യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 1986 പോളിസിയിലുള്ള പോയിൻ്റ് ആണെന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. സോ ഇത്രയും കാര്യം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 8281694495 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളൊരു 40 ഡേയ്സിൻ്റെ റിവിഷൻ കോഴ്സ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ സ്പെഷ്യൽ ടോപ്പിക്കുകളും മെയിൻസിൽ വരുന്ന ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സെഷൻ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ഇനി അതുപോലെ തന്നെ ലൈഫ് സയൻസ്, കേരള ഗവേണൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ, എക്കണോമിക്സ്, ഇങ്ങനെയുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റിവിഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സ്, അതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്ന ടെസ്റ്റ് സീരീസ്, ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ KS റാങ്കറിൻ്റെ ടെലഗ്രാം ചാനലിൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് രണ്ടും ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പ്രോപ്പറായിട്ടുള്ള റിവിഷൻ, അത് മാത്രമല്ല അതിൽ ടെസ്റ്റ് സീരീസും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് സ്മാർട്ട് നോട്ട്സ് വരുന്നുണ്ട്, ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ പ്രോപ്പറായിട്ടാണ് വരുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ ഇപ്പം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതുപോലൊരു നോട്ട് ഉണ്ടായിരിക്കും. ആ നോട്ട് ബേസ് ചെയ്തുകൊണ്ട് ഒരു 2 to 3 hours ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ് നോട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുത്തിട്ട് ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വയ്ക്കാം. ആ നോട്ട് വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നിങ്ങൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂർ കൊണ്ട് ആ നോട്ട് മുഴുവൻ ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ഒരു ആഫ്റ്റർനൂൺ സമയത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 50 ക്വസ്റ്റ്യൻസ് വരുന്ന 50 മാർക്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റ് എടുക്കാം. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആപ്പിൽ എടുക്കാം. ഇനി അതല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ബുക്ക്ലെറ്റ് ഫോർമാറ്റിൽ നൽകുന്നുണ്ട്. ആ ബുക്ക്ലെറ്റ് പ്രിൻ്റ് എടുത്തിട്ട് PSCയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ OMR ബബിൾ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാം. ആ ടെസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തിൽ ആൻസർ കീ എക്സ്പ്ലനേഷൻസ് അതും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്രഹെൻസീവായിട്ട് ടെസ്റ്റ് സീരീസും റിവിഷനും ഒക്കെ ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന 40 ഡേയ്സ്. ഇനി അതുകൂടാതെ LSGSൻ്റെ ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. LSGSൻ്റെ കോഴ്സുകൾ നമ്മൾ ഒക്ടോബർ 20 മുതൽ ആരംഭിക്കും. ഓക്കെ, പക്ഷേ ഇപ്പോൾ തന്നെ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കണമെന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ പേപ്പർ 2ൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടുകൾ ഇതൊക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ KS റാങ്കർ എന്ന് പറഞ്ഞിട്ട് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി അതെല്ലാം ആപ്പ് ആക്സസ് ചെയ്യാൻ ഇപ്പോൾ iOSലേക്കൊക്കെ ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ കാണേണ്ടത്, ഇങ്ങനത്തെ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 8281694495 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, യെസ്, ഓക്കെ, സോ താങ്ക് യു എവരി വൺ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് വിഷ് യു എവരി വൺ ഓൾ ദി സക്സസ്. നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷനിൽ പറയാം ഏതൊക്കെ സബ്ജക്റ്റ് വേണമെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു MCQ ഡെയിലി ഒരു MCQ സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, അറിയിക്കുക. So thank you everyone, all the best, and see you in the next class.